CPM-ന്റെ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പ്രതിനിധി സമ്മേളനം തുടങ്ങാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. നമ്മളോടൊപ്പം ഇന്ന് ഈ പ്രഭാത നടത്തത്തിൽ ഞാനിങ്ങനെ അപരിചിതമായി കണ്ടതാണ് രണ്ടുപേരോട് ഒരുമിച്ചുള്ള ഒരു നടത്തം. ഇത് ശീലമുള്ളതാണോ? അല്ല, സാധാരണ സ്ഥലങ്ങളിലാണ് അവിടെ സ്വാഭാവികമായിട്ട് നമുക്ക് അപൂർവമായിട്ട് മാത്രമേ പറ്റുള്ളൂ. ഇവിടെ എന്തായാലും 4-5-6 ദിവസം ഇവിടെ ഉണ്ടല്ലോ, അപ്പോൾ നടക്കാൻ തീരുമാനിച്ചിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്ഥിരം നടത്തമുണ്ടോ? വിജേട്ടൻ എല്ലാ കാലത്തും രാവിലെ 1 മണിക്കൂർ നടക്കും. നമ്മൾ പലപ്പോഴും കാണാറുണ്ട്, കാരണം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് രാവിലെ ഒരു നടത്തം ശീലമാണ്. ഞാൻ പക്ഷെ മിനിസ്റ്റർ എങ്ങനെ കാണാറില്ല. എന്നെ നിർബന്ധിച്ച് എപ്പോഴും അത് അങ്ങനെ തന്നെയാണ്. വിജേട്ടൻ വീട്ടിലുള്ള സമയത്ത് നിർബന്ധിച്ച് കൊണ്ടുപോകുന്നത് തന്നെയാണ്. അപ്പോൾ പക്ഷെ അതിന്റെ ഭാഗമായിട്ട് കുറച്ച് മെച്ചങ്ങളുണ്ട്. സാധാരണഗതിയിൽ വീട്ടിലെ കാര്യങ്ങളും എല്ലാം ആയിട്ട് രാവിലെ നടക്കാൻ ലേശം ബുദ്ധിമുട്ടാണ്. പക്ഷെ ഓട്ടപ്പാച്ചിലിനിടയിൽ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അതെ അതെ, അങ്ങനെ ഉണ്ടാവാറുണ്ട്. പിന്നെ ഇപ്പോ സമയമുണ്ടല്ലോ. വിജേട്ടൻ അതൊരു ദിനചര്യയുടെ ഭാഗമായിട്ട് കുട്ടിക്കാലം മുതലേ ചെയ്യുന്നതാണ്. അതിന്റെ ഗുണം ശരീരത്തിനുണ്ട്. നമ്മളെ സമ്മേളനത്തിലേക്ക് കടക്കുകയാണ്. സ്വാഭാവികമായും വലിയ ചർച്ചകൾ ഉയർന്നു വരുന്നതാണ്. കേരളത്തിന്റെ ഒരു പ്രതീക്ഷ അടക്കമുള്ള കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിയുടെ വികസന കാഴ്ചപ്പാട്, അതൊക്കെ വലിയ രീതിയിൽ ചർച്ചകൾക്ക് ഇതിനോടകം തന്നെ വഴിവെച്ചു. ഒരു കേരളയിലടക്കമുള്ള പദ്ധതികൾ കഴിഞ്ഞ കാലഘട്ടത്തിൽ നമ്മൾ മുന്നോട്ട് വെച്ചതാണ്. അതിന്റെ തുടർച്ച അത് എങ്ങനെ നടപ്പാക്കണമെന്ന കാര്യത്തിലടക്കം ഒരു വ്യക്തത ഉണ്ടാകുമോ? അല്ല, കേരളത്തിന്റെ സമഗ്രമായൊരു വികസന സമീപനമാണ് നമ്മുടെ. അതിൽ അടിസ്ഥാന സൗകര്യ വിപുലീകരണം എന്നത് ഏതൊരു സമൂഹത്തിലേക്കും നിക്ഷേപം ആകർഷിക്കാൻ അത്യാവശ്യമാണ്. അത്തരം നിക്ഷേപങ്ങൾ കടന്നു വരുമ്പോഴാണ് നമ്മുടെ അടുത്ത തലമുറയ്ക്ക് പുതിയ തൊഴിലവസരങ്ങൾ, ജീവിത നിലവാരത്തിന്റെ പുതിയ വിപുലീകരണം, ആ നിലയിൽ കാര്യങ്ങളെ കൊണ്ടുപോകാൻ സാധിക്കുക. അപ്പോൾ തുടർച്ചയായിട്ട് ഇപ്പോൾ 2 തവണ അധികാരത്തിൽ വന്ന ഇടതുപക്ഷ ഭരണത്തിന് അത്തരം കാര്യങ്ങളിൽ കൂടുതൽ മികവാർന്ന തരത്തിൽ മുന്നോട്ട് പോകേണ്ടതുണ്ട്. ജനങ്ങളുടെ മുന്നിലേക്ക് ആ സമീപനങ്ങളെ നമ്മൾ ജനങ്ങളുടെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ പാർട്ടിക്കകത്ത് നല്ല നിലയിൽ ചർച്ച ചെയ്ത് ഒരു പൊതുധാരണയിലെത്തി ആ പാർട്ടിയുടെ പൊതുധാരണ ജനങ്ങളുമായി പങ്കുവെച്ച് കേരളീയ പൊതുസമൂഹത്തിന്റെ സമഗ്രമായ വികസനത്തിനും മുന്നേറ്റത്തിനും സഹായകരമായ പശ്ചാത്തലം ഒരുക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഈ ഭരണ തുടർച്ച അത് സമ്മേളനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി വരില്ലേ? കാരണം സ്വാഭാവികമായും നേരത്തെ അടക്കം പറഞ്ഞത് ഒരു 3-ാം ടേൺ അത് എങ്ങനെ ഉണ്ടാകാം എന്നുള്ള ചർച്ചകളല്ലേ വളരെ സജീവമായി ഉണ്ടാകേണ്ടത്. അല്ല, നമ്മൾ കേരളത്തിന്റെ ജനങ്ങൾക്ക് ഏറ്റവും ഗുണം കിട്ടുക ഇടതുപക്ഷത്തിന്റെ ഒരു 3-ാം ഭരണം വരുമ്പോഴാണ്. അതിന്റെ കാരണം ഒന്ന്, നമ്മൾ നല്ല വികസനത്തിന്റെ ഒരു അടിത്തറ ഇപ്പോൾ പണിതുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കേരളത്തിൽ പൊതുവെ നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ വലിയ ദേശീയപാത വികസനം നടക്കുന്നുണ്ട്. പിന്നെ പൊതുവെ റോഡുകളുടെ കാര്യത്തിൽ നല്ല വികസനം നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചു. വ്യവസായ സൗഹൃദ സംസ്ഥാനമായിട്ട് മാറി. വിദ്യാഭ്യാസ രംഗത്തെ കുറെ നവീകരണങ്ങൾ നമുക്ക് നടത്താൻ സാധിച്ചു. ആ നിലയിൽ ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായ തരത്തിൽ ഇത്തരം മുന്നേറ്റങ്ങൾക്ക് ഒരു പൊതു കാഴ്ചപ്പാടുണ്ടാക്കുക മാത്രമല്ല, അതിലൂടെ ലഭ്യമാകുന്ന പൊതു വളർച്ചയുടെ ഗുണാംശങ്ങൾ എല്ലാ സാധാരണക്കാരനും കൂടി കിട്ടുന്ന തരത്തിലുള്ള സാമൂഹ്യ തുല്യതയുടെ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാനുള്ള പരിശ്രമം കൂടി നടത്തുന്നത്. അത് ഇടതുപക്ഷമാണ് സാധാരണ ചെയ്യാൻ കഴിയുള്ളൂ. ആ വീക്ഷണത്തെ കുറെ കൂടി സമഗ്രമാക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ സമ്മേളനത്തിൽ നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഈ പ്രതിനിധി സമ്മേളനം കഴിയുമ്പോഴേ സ്വാഭാവികമായും നേതൃനിരയിലേക്ക് കൂടുതൽ വനിതകൾ വരേണ്ടത് അനിവാര്യതയല്ലേ? വനിതകൾ അവരുടെ പ്രവർത്തന പരിചയം ആർജിച്ച് അതിന് പക്വമായ സന്ദർഭത്തിൽ പാർട്ടി അവരെ അതാത് കമ്മിറ്റികളിൽ ഉൾക്കൊണ്ടു പോകാറുണ്ട്. CPIM-ന്റെ സംഘടനാ പ്രവർത്തനം എന്ന് പറയുന്നത് വളരെയധികം അനുഭവങ്ങളിലൂടെ സ്ഫുടം ചെയ്ത് എടുക്കപ്പെടുന്നവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. നിരന്തര പ്രവർത്തനമാണ്. മറ്റ് ബൂർഷ്വാ പാർട്ടികളെ പോലെ വല്ലപ്പോഴും സംഘടനാ പ്രവർത്തനം നടത്തുന്ന രീതിയല്ല. അതുകൊണ്ട് തന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ അനുഭവങ്ങളിലൂടെ കടന്നുപോയി ഈ സംഘടന ഏൽപ്പിക്കുന്ന ചുമതലകൾ നിർവഹിക്കാൻ പ്രാപ്തിയുള്ളവരായി തീരുമ്പോൾ ആ സന്ദർഭത്തിൽ അതാത് കമ്മിറ്റികളിലേക്ക് ഉൾക്കൊണ്ടുപോകുന്ന രീതിയാണ് പാർട്ടിക്കുള്ളത്. അത് ചെയ്യാറുണ്ട്. ഇപ്പൊ തന്നെയും മറ്റ് പാർട്ടികളെ അപേക്ഷിച്ച് നേതൃത്വപരമായ ചുമതലകൾ നന്നായി ഏറ്റെടുക്കുന്നതും നിർവഹിക്കുന്നതും പാർട്ടിക്കുള്ളിൽ നല്ല രീതിയിലുണ്ട്. CPIM-ന്റെ നേതൃത്വത്തിലുള്ള വനിതകളാണ് അവരെ ഏൽപ്പിക്കുന്ന സംഘടനാ ചുമതലകൾ കൃത്യമായി നിർവഹിക്കാൻ പ്രാപ്തിയുള്ളവരായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രായപരിധി അടക്കമുള്ള വിഷയങ്ങൾ വളരെ സജീവ ചർച്ചയാണ്. ഇതിൽ 75 എന്ന മാനദണ്ഡം തന്നെ തുടരാനാണോ നിലവിൽ പാർട്ടി എടുത്തിരിക്കുന്നത്? അത് പാർട്ടി തീരുമാനിച്ചതല്ലേ. നമ്മുടെ കേന്ദ്ര കമ്മിറ്റി അങ്ങനെ പല സംസ്ഥാനങ്ങളിലും വ്യത്യസ്തമാണല്ലോ അക്കാര്യം. അത് അതാത് സംസ്ഥാന കമ്മിറ്റിയിൽ തീരുമാനിക്കുന്നതാണ്. പൊതുവെ നമ്മൾ തീരുമാനിച്ചത് 75 വയസ്സ് എന്നാണ് കേന്ദ്ര കമ്മിറ്റിയുടെ തീരുമാനം.
കേരളവും ആ തീരുമാനമാണ് എടുത്തു പോരുന്നത്. പിന്നെ ഓരോ സംസ്ഥാനത്തിന്റെയും പ്രത്യേകതകളുണ്ടോ. അപ്പൊ കേരളം ഏറ്റവും കൂടുതൽ ആയുർദൈർഘ്യമുള്ള സംസ്ഥാനമാണ് കേരളം. പക്ഷെ അപ്പോഴും ഈ 75 വയസ്സ് കഴിഞ്ഞ് പുറത്തേക്ക് പോകുന്നവരെ ഉൾക്കൊള്ളുക, അത് ഏത് രീതിയിലേക്ക് നമുക്ക് ചെയ്യാൻ കഴിയും? അല്ല, ആരോഗ്യമുള്ള കാലത്തെ ചെയ്യേണ്ടതല്ലേ സ്വാഭാവികമായും, കാരണം അവരുടെ ഒരു അനുഭവ പാഠവും. ആരോഗ്യമുള്ള കാലത്തോളം തൊഴിലാളി വർഗ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ച് സാധാരണക്കാർക്കിടയിൽ പ്രവർത്തിക്കുക എന്നുള്ളത് എല്ലാ കമ്മ്യൂണിസ്റ്റുകാരന്റെയും പൊതു രീതിയാണ്. അപ്പൊ നമ്മൾ 75ാമത്തെ വയസ്സിൽ പാർട്ടിയുടെ ഒരു പ്രത്യേക കമ്മിറ്റിയിൽ നിന്ന് മാറി എന്നുള്ളതുകൊണ്ട് അവരുടെ പ്രവർത്തനം അന്ന് തന്നെ രാവിലെ ഒരു സ്വിച്ച് ഇട്ടതുപോലെ ഇല്ലാതാവുന്നില്ല. സ്വാഭാവികമായിട്ടും അവർക്ക് ചുമതലകൾ നൽകി അവര് ചുമതലകൾ ഏറ്റെടുക്കാൻ മുൻകൈ എടുത്തുകൊണ്ടും പ്രവർത്തിക്കുകയാണ് ചെയ്യുക. അത് ഇപ്പൊ നമ്മളിത് കഴിഞ്ഞ സമ്മേളനത്തിലാണ് തുടങ്ങിയത്. ഇപ്പോൾ ഈ സമ്മേളനത്തിൽ അത് നമ്മൾ തുടരുന്നു. സ്വാഭാവികമായിട്ടും ഇത് അവരുടെ പ്രവർത്തനത്തെ ഏറ്റവും ബലപ്രദമായി പാർട്ടിക്ക് ഉപയോഗിക്കാവുന്ന രൂപത്തിലുള്ള ഒരു കാഴ്ചപ്പാട് രൂപീകരിക്കാൻ പോവുക. അപ്പം വനിതാ പ്രാതിനിധ്യം അടക്കം പാർട്ടിക്കുള്ളിൽ വളരെ സജീവമായി തന്നെ ഉണ്ട് എന്നുള്ളതാണ് ദമ്പതികൾ കൂടിയായ പാർട്ടിയുടെ സംസ്ഥാന നേതൃനിരയിലുള്ള രണ്ടുപേർ നമ്മളോട് വ്യക്തമാക്കിയത്. എന്തായാലും എ വിജയരാഘവനും ആർ ബിന്ദുവും അക്കാര്യത്തിൽ യാതൊരു സംശയവും മുന്നോട്ട് വെക്കുന്നില്ല. എന്തായാലും പാർട്ടിക്കുള്ളിൽ സജീവമായ ചർച്ചകളുണ്ടാവും. ആ സജീവ ചർച്ചകളായിരിക്കും വരും ദിവസങ്ങളിൽ പാർട്ടിയെ നയിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം കൂടി അവർ വ്യക്തമാക്കുന്നു. ക്യാമറാമാൻ അരുൺ സാറിനൊപ്പം ആർ അരുൺ രാജ് 24.